പാടാത്ത പൈങ്കിളിൻ്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവ കൺമണീൻ്റെ അടുത്ത് പറയാണ്, നമുക്ക് ഇനി ഒരു പ്ലാനിങ് വേണം. കിട്ടുന്ന ശമ്പളം എങ്ങനെയൊക്കെ ചിലവാക്കണം, എടുത്തു വെക്കണം എന്നൊക്കെ. അല്ലെങ്കിൽ കാശ് കൺമണീൻ്റെ കയ്യിൽ തരാം, നീ എല്ലാ കാര്യവും നോക്കാൻ പറയാണ് ദേവ. അപ്പോൾ കൺമണി എന്തെങ്കിലും ജോലിക്ക് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവ പറയാണ്, തൽക്കാലം ഇങ്ങനെ പോട്ടെ, കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയെന്ന് വരാം. അപ്പോൾ അതിലൊരു ഓഫീസ് ഉണ്ടായെന്നും വരാം. അന്ന് ഞാൻ എൻ്റെ തൊട്ടപ്പുറത്ത് സീറ്റിൽ ഞാൻ തന്നെ അങ്ങ് പിടിച്ചിരുത്തിയാൽ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ തൻ്റെ കീഴിലെ കുറേ സ്റ്റാഫും. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, തൽക്കാലം ഇത്രയും വലിയ സ്വപ്നങ്ങളൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ചെറുത് വല്ലതും പറഞ്ഞാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയാണ്. അപ്പോൾ അതിനുശേഷം മധുരിമ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ കമ്പനിയിലെത്താണ്. എല്ലാ സ്റ്റാഫുകളെയും പരിചയപ്പെട്ടതിന് ശേഷം അനന്യയുടെയും തനുജയുടെയും അടുത്ത് പറയാണ്, ഒഫീഷ്യലായി ചാർജ് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ചേച്ചിമാരോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന്. അങ്ങനെ തനുജയോടും അനന്യയോടും തനിച്ച് സംസാരിക്കാണ് മധുരിമ. എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് ദേവയും കൺമണിയും ആണ്. അവരോട് എനിക്ക് പകയുണ്ട്, നിങ്ങൾക്കും. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഞാൻ ആഗ്രഹിക്കുന്നത് കൺമണിയുടെയും ദേവയുടെയും നാശാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ. അതേസമയം വഴിയിൽ വെച്ച് ഒരു അപ്പച്ചന് സുഖമില്ലാത്തത് കണ്ട് ദേവ ആ അപ്പച്ചനെയും അമ്മച്ചിനെയും കൊണ്ടുപോവാണ്. അമ്മച്ചി പറയുന്നുണ്ട്, ഓട്ടോറിക്ഷ വിളിച്ച് തന്നാൽ മതി, ഈ വണ്ടിക്ക് കൊടുക്കാനുള്ള കാശ് ഞങ്ങളുടെ കയ്യിൽ ഇല്ലെന്ന്. അപ്പോൾ ദേവ പറയാണ്, അത് സാരമില്ല, എനിക്ക് കാശ് വേണ്ട എന്ന്. അങ്ങനെ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ദേവ. ഗൗതമൻ മധുരിമാൻ്റെ അടുത്ത് കമ്പനിയത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മുതലാളിമാരെ കാണുമ്പോൾ കളിയാക്കാനുള്ള ഒരു അവസരം സ്റ്റാഫുകൾ പാഴാക്കാറില്ല എന്ന്. അപ്പോൾ മധുരിമ പറയുന്നുണ്ട്, നാളെ തന്നെ അതിന് ഒരു റിസൾട്ട് ഉണ്ടാവുമെന്ന്. അങ്ങനെ എല്ലാം ശരിയാക്കാന്നൊക്കെ പറയാണ്. അങ്ങനെ അമ്മച്ചിക്കും അപ്പച്ചനും ദേവ ഫുഡ് വാങ്ങി കൊടുക്കുകയാണ്. അവർ പറയുന്നുണ്ട്, ഇതിനൊന്നും പ്രാർത്ഥന അല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് തരാനില്ലാന്ന് ഞങ്ങളുടെ കയ്യിൽ. അതുവഴി വന്ന കൺമണിയും എലിസബത്ത് അമ്മച്ചിയും ദേവ വണ്ടിയിൽ ഉള്ളവർക്ക് ഫുഡ് വാങ്ങി കൊടുക്കുന്നത് കാണാണ്. അപ്പോൾ അത് കണ്ടിട്ട് ദേഷ്യപ്പെടാണ് ദേവൻ്റെ അടുത്ത്. ഇതിൻ്റെ കാശ് തരുമെന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടാണ്. അപ്പോൾ ദേവ പറയുന്നുണ്ട്, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ കാശ് തരാമെന്ന്, ആ കാശ് ഞാൻ തരുമെന്ന് പറയുന്നുണ്ട്.